കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ആര്യൻ ഗോമതിക്ക് വാക്ക് കൊടുക്കാണ് താൻ മിത്രനെ വിവാഹം കഴിച്ചോളാന്ന്. കാരണം ഗോമതി കാല് പിടിച്ച് ആര്യനോട് ആ കാര്യം അപേക്ഷിച്ച് നീ മിത്രനെ വിവാഹം കഴിക്കണമെന്ന്. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് ആര്യനെ പറ്റുമായിരുന്നില്ല. കാരണം അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ താൻ അത് സാധിച്ചു കൊടുക്കണം. അങ്ങനെ അമ്മയോട് വാക്ക് പറഞ്ഞിട്ട് മിത്രന് ആ ക്ഷേത്രത്തിന്റെ അവിടെയുള്ള ആലിൻചോട്ടി വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് നന്ദനം വരുന്നത്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ വരുന്നത്. നന്ദനം വന്നിട്ട് ചോദിച്ചു, എന്താ ആര്യ, എന്ത് പറ്റി മുഖം വല്ലാതിരിക്കില്ല എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറയാം. എന്തോ കാര്യമുണ്ട്, എനിക്കറിയാം. എന്ത് കാര്യമാണെങ്കിലും എന്നോട് തുറന്നു പറ. ഒരു പക്ഷേങ്കിൽ വിഷമമാണെങ്കിൽ നമ്മൾ തുറന്നു പറയുമ്പോൾ അത് കുറച്ച് കുറയുമല്ലോ എന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അല്ലെ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതെ, നിങ്ങൾ പോകാൻ നോക്കാൻ പറയണം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ബായി? മനസ്സിലുള്ള വിഷമം എന്താന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറയാന്ന് പറയാണ്. ഇത് കേട്ടതും വല്ലാത്ത സങ്കടമായിപ്പോയി. ആരും പെട്ടെന്ന് എന്ത് ചെയ്യണം, നിങ്ങളോടല്ലേ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞേ. മനുഷ്യർ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് തള്ളുവാണ്. പെട്ടെന്ന് നന്ദൻ അങ്ങോട്ട് പോയി വീഴുവാണ്. ആരിന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. പെട്ടെന്ന് തന്നെ ആര്യം പറഞ്ഞു, സോറി കേട്ടോ, അറിയാതെ പറ്റിപ്പോയെന്നും പറഞ്ഞിട്ട് നന്ദനെ പിടിച്ചെഴുന്നേപ്പിക്കുക. അയ്യോ, എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ഞാൻ വീണതിലൊന്നും. പക്ഷേങ്കിൽ എന്നോട് കടന്നു പോകാൻ പറഞ്ഞില്ലേ, അതാ എനിക്ക് സങ്കടമായെന്ന് പറയാം. പിന്നീട് ആരിനോട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ ഉള്ളില് വിഷമം എന്താന്ന്, കല്യാണക്കാര്യത്തെ കുറിച്ചല്ലേ ചിന്തിച്ചിരിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പെട്ടെന്ന് ആരും ചോദിച്ചു, കല്യാണക്കാര്യത്തെ കുറിച്ചോ? അതെ, എനിക്ക് മനസ്സിലായി എന്താ വിഷയം എന്നുള്ള. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അല്ല ബായ്, നിങ്ങൾക്ക് എങ്ങനെയാ അത് മനസ്സിലായെന്ന് ചോദിക്കാം. അതെ, ഇവിടെ ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പൻ എല്ലാം അറിയാൻ കഴിയുന്ന ആളാ. ഞാനിവിടെ കുറെ നാളായല്ലേ ഇവിടെ വന്നിട്ട്. അപ്പൊ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദനം പറഞ്ഞു, ശരിയാ. ആര്യം പറഞ്ഞു, ശരിയാ. നന്ദനം പറഞ്ഞത് കല്യാണക്കാരൻ തന്നെ എന്റെ പ്രധാന പ്രശ്നം. അറിയാലോ, മിത്ര ഒരാളുടെ കൂടി ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മിത്രനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞിരിക്കുക. അമ്മയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ, അച്ഛൻ എന്താ പറയണമെന്ന് ഓർക്കുമ്പോ ആകെപ്പാടെ മനസ്സിനൊരു സമാധാനക്കേടാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മിത്ര ഞാനും ആജന്മ ശത്രുക്കളെ പോലെ പെരുമാറിക്കൊണ്ടിരുന്നേ. പെട്ടെന്നൊരു ദിവസം അവളുടെ കഴുത്തിൽ താലി ആർത്താന്ന് പറഞ്ഞാൽ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറ. പക്ഷെങ്കിൽ എന്റെ അമ്മയുടെ ആഗ്രഹം അതെനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാന്ന് പറയാം. പെട്ടെന്ന് നന്ദനം പറഞ്ഞു, എന്തിനാ വിഷമിക്കണേ, നല്ല കാര്യമല്ലേന്ന് ചോദിക്കാം. അമ്മ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമെന്ന് പറയാം. അല്ല, അത് പിന്നെ ഞാന് ധൈര്യമായിട്ട് സമ്മതിച്ചോ. നല്ലൊരു വിവാഹജീവൻ തന്നെയായിരിക്കും ആരിന് കിട്ടാൻ പോകുന്നത്. മിത്ര നല്ല പെൺകുട്ടിയാ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഗുരുവായൂരപ്പനെ നടയിൽ വെച്ചായിരിക്കും കല്യാണം നടക്കണേന്ന്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് കല്യാണം നടത്തിക്കോ, നല്ല ജീവൻ തന്നെ കിട്ടുമെന്ന് പറയാം. ചേട്ടപ്പം ആര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. ഒരു പക്ഷേങ്കില് മിത്രയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും എനിക്കറിയില്ല. നന്ദനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്നും അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ അതുമാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾക്കൊരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വിലക്കിയതാ. പക്ഷെ അന്നൊക്കെ അവൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് പോവുക ചെയ്തേ. ഇപ്പൊ തന്നെയാണെങ്കിലും അവളുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും തമ്മിൽ വല്ലാത്ത പ്രശ്നത്തിലാ. നേർക്ക് നോഴ വഴക്കുണ്ടാക്കുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവളെ ഞാൻ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല നന്ദന. നന്ദന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുക. നന്ദനം പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ധൈര്യമായിട്ടിരുന്നു, ഒന്നും സംഭവിക്കത്തില്ല. മിത്രനെ ഈ സമയത്ത് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കിടത്തുന്ന ആരുടെ ഉത്തരവാദിത്ത മുറപ്പെണ്ണല്ലേ ബായി. അതുകൊണ്ട് ധൈര്യമായിട്ട് കെട്ടിക്കോ. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് ചേരാനായിട്ട് ചിലപ്പം ഇത് കൊണ്ട് കഴിഞ്ഞേക്കുമെന്ന് പറയാം. ഇത് കേട്ട ആര്യം പറഞ്ഞു, എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എൻ്റെ അമ്മേനെ അച്ഛൻ വിവാഹം കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയുടെ ആങ്ങളമാര് വന്നിട്ടില്ല, മിത്രയുടെ അച്ഛനും അവരൊന്നും. പക്ഷേങ്കിൽ ഇനിയിപ്പം മിത്രനെ ഞാൻ വിവാഹം കഴിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരു പക്ഷേങ്കിൽ ഞാനായിരിക്കും അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്നായിരിക്കില്ല എല്ലാവരും വിചാരിക്കുന്നത്. ആ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ വേറൊരുത്തനാ. പക്ഷെ ആ കുറ്റം കൂടെ എൻ്റെ തലയിലേക്ക് വീഴുമല്ലോ. ഞാൻ അച്ഛനെ മുഖത്ത് പോയി എങ്ങനെ നോക്കും? അല്ലെങ്കിൽ തന്നെ ആകാശേട്ടൻ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അച്ഛന് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മിത്രേനെയും കൂടെ കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയാം. ധൈര്യമായിട്ടിരിക്കുക. ഇപ്പൊ ഇവിടെ ആദ്യം നോക്കണ്ട, അതെ, അമ്മയുടെ ആഗ്രഹമല്ല, അതങ്ങോട്ട് സാധിച്ചു കൊടുക്കാൻ പറയാണ്. അമ്മ അപേക്ഷിച്ചല്ലേ, കാലേ വീണ അപേക്ഷിച്ചല്ലേ, അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് സമ്മതിക്കുക. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു മനപ്രയാസം വേണ്ടെന്ന് പറയാ. അതെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് നന്ദൻ അങ്ങോട്ട് പോവാം. അങ്ങനെ നന്ദനോട് കുറെ സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആര്യന്റെ മനസ്സിന് എന്തോ ഒരു ആശ്വാസം, ഇതിനു മുമ്പില്ലാത്തൊരു ശക്തിയും ഒരു ധൈര്യവും ഒക്കെ ആര്യന്റെ മനസ്സിലേക്ക് വന്നു. പിന്നീട് ആര്യൻ മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മിത്രയാണ് ഇതുവരെയായിട്ടും കല്യാണത്തിന് ഒരു സമ്മതം പറഞ്ഞിട്ട് പോലുമില്ല. പിന്നീട് ആര്യൻ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോമതി ചോദിച്ചു, മോനെ ആര്യ, അല്ല നിനക്ക് സമ്മതക്കുറവൊന്നും ഇല്ലോ? നിന്റെ മനസ്സ് എനിക്കറിയാം,
നീ ഈ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സമ്മതിക്കാതിരിക്കില്ലെന്ന് എനിക്ക് അറിയാന്ന് പറയാം. ആര്യം പറഞ്ഞു, ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ എനിക്ക് സമ്മതമാ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ പറയുന്ന പോലെ ഞാൻ മിത്രയുടെ കഴുത്തിൽ താലി അറുത്താന്ന് പറയാം. ഇത് മിത്ര കേൾക്കുന്നുണ്ടായിരുന്നു. മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മിത്ര വന്നിട്ട് ആര്യനോട് ചോദിച്ചു, നീ ഇത് എന്ത് ഭാവിച്ച ആര്യ, നിനക്കറിയാവുന്ന കാര്യമില്ല എന്നെക്കുറിച്ച്, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണെന്ന് ചോദിക്കും. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, നിന്നെക്കുറിച്ച് അറിയാം. എന്റെ അമ്മയുടെ ആഗ്രഹം അതിനേക്കാളും വലുത്, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞ് പിന്നെ മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജാനകി വന്നിട്ട് പറഞ്ഞു, മിത്രമോളെ കണ്ടില്ല, ആരെയും സമ്മതിച്ചു, ഇനി നീ ആയിട്ട് ഒരു സമ്മതക്കുറവ് പറയരുത്. കാരണം ജാനകി പറഞ്ഞു, ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പം എല്ലാവരും അറിയേണ്ട ഒരേ ഒരു കാര്യം, ഇതേ മുറപ്പെണ്ണിനെ ആരും കല്യാണം കഴിച്ചെന്നാ, ആരിൻ്റെ കൂടെ ആയിരിക്കണം മിത്ര പോയെന്നാ, അല്ലാതെ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അവൻ ചതിച്ചിട്ട് പോയെന്ന് നാട്ടുകാരും അറിയരുത്. അതൊരിക്കലും പുറത്തറിയുകയും ചെയ്യരുത്. കാരണം മിത്രയുടെ വീട്ടുകാർക്ക് നാണക്കേടല്ലേ. അപ്പം നോക്കിയിട്ടത് ഏറ്റവും നല്ല കാര്യം. അല്ലാതെ മിത്രയ്ക്കിനി എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? വെറുതെ പോയി വീട്ടിലേക്ക് കയറി ചെല്ലാൻ മിത്രയ്ക്ക് പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മിത്ര പോകത്തില്ലെന്നല്ലേ പറയണേ. അപ്പം ഇനി ഇതല്ലേ ഏറ്റവും നല്ല വഴി. അന്ന് മാത്രമല്ല, ആര്യനെ ഞങ്ങൾ കണ്ടിടത്തോളം വെച്ച് ആര്യൻ നല്ല ചെറുപ്പക്കാരനാ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പറയാം. അങ്ങനെ എല്ലാവരും കൂടെ പ്രഷർ ചെലുത്തി മിത്രനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് ശനം പറഞ്ഞൊരു കാര്യം ചെയ്യാം, നാളെ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യാം. നാളെ രാവിലെ തന്നെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് തന്നെ കല്യാണം നടത്തിയേക്കാന്ന് പറയാം. ഈ സമയത്തൊക്കെ മിത്രയ്ക്ക് വല്ലാത്ത ടെൻഷനാ. എങ്ങനെയായി തീരും എന്തായി തീരും എന്ന് അറിയത്തില്ല. ജാനകിയാണെങ്കിലും കാവ്യാണെങ്കിലും എല്ലാവരും മിത്രനെ ആശ്വസിപ്പിച്ച് കൂടെ ഉണ്ടായിരുന്നു. ഗോമതിക്ക് സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ. തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഒരു പക്ഷേങ്കില് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദനം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോമതി മനസ്സുകൂടെ കടന്നു പോവാം. തനിക്ക് കല്യാണം കാണാനായിട്ട് സാധിക്കും, മിത്രയുടെ കല്യാണം. അപ്പൊ അത് പക്ഷേ ഇതായിരിക്കുമോ, ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ താൻ വന്ന് പ്രാർത്ഥിച്ചേന് ഗുരുവായൂരപ്പൻ തന്ന സമ്മാനമായിരിക്കും ഇത്. അങ്ങനെയൊക്കെ പല ചിന്തകളും ഗോമതിയുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. അന്നാണ് മിത്രയുടെ ആര്യന്റെ വിവാഹം. വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം തലേദിവസം തന്നെ മീനാക്ഷിയും ഗോമതി എല്ലാം പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. വസ്ത്രം കാര്യങ്ങളും എല്ലാം വാങ്ങി. അങ്ങനെ അതെല്ലാം വാങ്ങി പിറ്റേ ദിവസം കല്യാണത്തിന് റെസിപ്റ്റ് എടുത്തു. അങ്ങനെ നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ മിത്രനെ ഒരുക്കിക്കൊണ്ട് ഗുരുവായൂരപ്പന് നടയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഗോമതിയും മീനാക്ഷിയും അവരും ജാനകിയും അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് മിത്രനെ കഴുത്തിലേക്ക് താലി ആർത്തുവാണ്. ഈ സമയം ആരിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമുള്ളായിരുന്നു, എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ നീ കാത്തോണം. നിന്റെ തിരുനടയെ വെച്ചാണ് ഞാൻ മിത്രയുടെ കഴുത്തിൽ താലി ആർത്തുന്നത്. എന്റെ അമ്മയുടെ ആഗ്രഹം നടത്തുന്നതിന് വേണ്ടിയിട്ട്. എന്റെ അമ്മയുടെ കണ്ണുകൾ ഒരിക്കലും നനയാൻ പാടില്ല. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്ന കാര്യം എന്റെ അച്ഛന്റെ മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കില്ല. കാരണം അച്ഛന്റെ മനസ്സും വേദനിപ്പിക്കില്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മിത്രയുടെ കഴുത്തിൽ താലി ആർത്തുന്നത്. അങ്ങനെ താലി ആർത്തി കഴിഞ്ഞ ശേഷം അവിടെയൊക്കെ വലം വെച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. നന്ദൻ അവിടെ നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഒരു മിന്യമായെന്ന പോലെ തോന്നി. ഒരു നിമിഷം ആരിനൊന്ന് ചിന്തിച്ചു, നന്ദന് എന്ത് പറ്റി? നന്ദൻ എന്താ ഇങ്ങോട്ട് വരാത്തെ? അവിടെ ഒന്ന് കൈവീശി കാണിക്കുവാണോ ചെയ്തല്ലേ? നന്ദനെ ഒന്ന് കണ്ടു തന്നെ കാര്യം ഓർത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗോമതിച്ച്, മോനെ ആര്യൻ നീ എങ്ങോട്ട് പോണേ? ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ ഒന്നും കാണുന്നില്ല നന്ദനെ. ഇത് എങ്ങോട്ട് പോയി? ഇപ്പൊ ഇവിടെ കണ്ടതായിരുന്നല്ലോ. ഗുരുവായൂരപ്പന്റെ സന്ധ്യ വെച്ച് തന്നെ വിവാഹം നടക്കുമെന്ന് പറഞ്ഞ ആളാ. പക്ഷേങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് തന്നെ നന്ദന്റെ ആ കടയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെയാണല്ലോ നന്ദനുള്ളത്. അങ്ങനെ ആ കടയിലേക്ക് ചെന്നു. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പാണ്ടെ വേറൊരു ചേട്ടൻ അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് ചോദിച്ചു, അല്ലേ ഏട്ടാ നന്ദൻ എന്തിയെ, കടയുടെ ഓണർ എന്തിയെന്ന് ചോദിക്കുവാണ്. നന്ദനോ അതാരാന്ന് ചോദിക്കുക. അല്ല ഈ കടയുടെ ഓണർ. അതെ തനിക്ക് എന്തേലും വേണമെന്ന് ചോദിക്കുക. അല്ല എനിക്ക് നന്ദനെ കണ്ടാൽ മതി. അതെ ഞാനാ ഈ കടയുടെ ഓണർ. നന്ദൻ എന്നൊരാളെ എനിക്ക് അറിയില്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യണം നടത്തിയ അവസ്ഥയായി. ഇത്രയും ദിവസം വന്നന്ന് മുതൽ ആ കടയിൽ പോയി സംസാരിച്ചുകൊണ്ടിരുന്ന വേറെ ആരെ ആ കടയിൽ കണ്ടിരുന്നില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് വേറൊരു ചേട്ടൻ കാണുന്നത്. അതിന്റെ ഓണർ വേറൊരാളെന്ന് പറയുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായി പോയി. പെട്ടെന്ന് തന്നെ ആര്യൻ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് തിരികെ വരുവാണ്. അവിടെ എല്ലാം നോക്കി. അപ്പൊ ആന്റെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ വരുന്നുണ്ട്. ഒരു പക്ഷെ ഗുരുവായൂരപ്പനായിരിക്കും അത് തന്റെ മുന്നിലേക്ക് നന്ദന്റെ രൂപത്തിൽ വന്നേ. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ആര്യൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയാ. ഈ സമയം ഗോമതി വന്ന് കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, നീ എന്ത് നോക്കി നിൽക്കുക ആര്യ? ഇങ്ങോട്ട് വരാൻ പറയാണ്. അമ്മേൻ നന്ദനൻ, ഞാൻ നന്ദനെ നോക്കിയതാന്ന് പറയണം. അതെ നന്ദനോട് നമുക്ക് പിന്നീട് യാത്ര പറയാം, നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവാ. ഈ സമയം ആര്യൻ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കുക, അവിടെ എവിടെയും നന്ദനുണ്ടോന്നൊക്കെ. അപ്പൊ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് തന്നെ മിത്രനെ ഒന്നിപ്പിക്കാനായിട്ട് വന്നതെന്നുള്ള ചിന്ത ആര്യന്റെ മനസ്സിലേക്ക് കടന്നു വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന വീട്ടിൽ ചെന്ന് കയറി കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.